ഇത് ശ്രദ്ധിച്ചു വെച്ചേക്ക്, അടുത്ത ആഴ്ച എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് ട്രോള് വരും, അപ്പൊ നിങ്ങൾക്ക് ചിരിക്കാന്ന് പറയും. നിങ്ങൾ വെറുതെ ശബ്ദഘോഷം മുഴക്കുന്നതിന് പകരം പറയുന്നതിലൊരു ഉള്ളടക്കം ഉണ്ടാവണം. പല പ്രസംഗകരും ചെയ്യുന്ന കാര്യം വളരെ ഒച്ചത്തിൽ സംസാരിക്കുക. അത് വാസ്തവത്തിൽ പ്രസംഗത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അവിടെ ഇരിക്കുന്ന ആളുടെ വീട്ടിലും കേൾക്കണം എന്നുള്ള മട്ടിൽ നിങ്ങൾ ഒച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പൊ ക്ലാസ്സിൽ കുട്ടികൾ പറയും ചില വാക്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വാക്യങ്ങളാണെങ്കിൽ കുട്ടികൾ പറയും മാഷ് ഒന്നുകൂടി പറയുമെന്ന് പറയും. നമുക്ക് ആവർത്തിക്കാൻ പറ്റില്ല. അത് വാക്കുകൾ വാക്കുകൾ വരിക, കൃത്യ ആശയങ്ങൾ വരിക, കൃത്യം ചേരുവകളാവുക, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആവുക. പക്ഷെ അവിടെ ഇരിക്കുന്ന ഒറ്റ ആൾക്കും അത് മനസ്സിലായിട്ടില്ല, ഒറ്റ ആളും അത് ശ്രദ്ധിക്കുന്നുമില്ല. ഈ പ്രസംഗം നടത്തുന്ന ഞാൻ തന്നെയാണ് അതിന്റെ കേൾവിക്കാരൻ. സുനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെ വേരുണ്ടാക്കുകയാണ്. 1000 കൊല്ലം കൊണ്ട് ഇവോൾവ് ചെയ്തു വന്നൊരു ടെക്സ്റ്റിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായി ഒട്ടുമേ ശരിയല്ല. ഇത് മനസ്സിലായിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. ചില സന്ദർഭങ്ങളിൽ ഇത് കൈവിട്ടു പോകും. എന്താ മീഡിയോക്രിറ്റി സാർവത്രികമായി മൊത്തത്തിൽ. അപ്പൊ ഒറ്റ കേൾവിക്ക് ഒരാൾക്കും മനസ്സിലാവാത്തതെല്ലാം വിഡിത്താണെന്ന് വിധിക്കാൻ ആളുകൾക്ക് മടിയിലുണ്ടായി. ഞാൻ എൻ്റെ പ്രസംഗത്തെ കാണുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ ജനാധിപത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം. വളരെ ഭദ്രാണെന്ന് കരുതുമ്പോൾ അത് പൊട്ടി വീഴും. ഏഷ്യാസ് ഫസ്റ്റ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാഡിസത്തിൻ്റെ ഈ സാഹിത്യോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതം മുതൽ മാർക്സിസം വരെയും ആത്മീയത മുതൽ ദാർശനികത വരെയും വൈവിധ്യമുള്ള വിഷയങ്ങളെ ഒരേ തീവ്രതയോടെ വേദിയിൽ ആവിഷ്കരിക്കുന്ന പ്രഭാഷകനാണ് സുനിൽ മാഷ് എന്ന് നമുക്കറിയാം. സുകുമാർ അഴീക്കോടിനും MN വിജയൻ മാഷക്കും ശേഷം പ്രസംഗവേദിയിലെ ആ സാംസ്കാരിക വിടവിനെ നികത്തിയ വാഗ്മിത്വത്തിൻ്റെ ഉന്നത സ്ഥാനമാണ് ഇന്ന് നമുക്കൊപ്പം ഇരിക്കുന്നത്. ഒരു പ്രസംഗവേദിയിൽ എത്തുന്നതിന് മുമ്പും എത്തിയതിന് ശേഷവും അത് കേൾവിക്കാരിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ പ്രഭാഷണത്തെ മുൻനിർത്തി മാത്രമാണ് ഇന്ന് മാഷോടുള്ള ഈ സംഭാഷണം ആലോചിച്ചത്. നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് കിടക്കാം. നമസ്കാരം. ശരിക്കും ഒരു നല്ല പ്രഭാഷണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരാണ് ഒരു നല്ല പ്രഭാഷകൻ എന്ന് ചോദിച്ചാൽ മാഷിൻ്റെ ആലോചന എന്തായിരിക്കും? നല്ല പ്രഭാഷണത്തിന് പല വിശദീകരണങ്ങൾ സാധ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആസ്വദിച്ച മികച്ച പ്രഭാഷണങ്ങൾ പലതും പല പ്രകാരത്തിലുള്ളതാണ്. ഇപ്പോൾ KG ശങ്കരപ്പിള്ളയുടെ ക്ലാസ്സുകൾ എനിക്ക് വളരെ മികച്ച പ്രഭാഷണാനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല വാക്കുകൾ, നല്ല സൂക്ഷ്മതയുള്ള ആശയങ്ങൾ, എവിടെയും പിഴയ്ക്കാത്ത പദച്ചേരുവകൾ ഒക്കെയാണ് KG. പക്ഷേ KGS അറിയപ്പെടുന്ന പ്രഭാഷകനെ അല്ല, പക്ഷെ അങ്ങനെ പ്രഭാഷണ വേദികളിൽ വരുന്ന ആളുമല്ല. അതേ സൂക്ഷ്മത, അതേ സൂക്ഷ്മതയോടെ ഒട്ടും ഒഴുകി പരക്കാത്ത നല്ല സാന്ദ്രമായൊരു ഭാഷയാണ്. ഞാൻ കുറച്ച് ക്ലാസ്സുകളിൽ ഇരുന്നിട്ട് അല്ലാതെ കേട്ടിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതേസമയം തന്നെ അഴീക്കോട് മാഷെ പോലെയോ വിജയ മാഷെ പോലെയോ ഒക്കെ ഉള്ളവരുടെ പ്രസംഗവും ഞാൻ അതുപോലെ തന്നെ സന്തോഷപൂർവ്വം കേൾക്കുകയും രസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങൾ പക്ഷേ ഏത് പ്രഭാഷണത്തിനും നല്ലതാവണമെങ്കിൽ വേണം എന്ന് കരുതുന്നുണ്ട് ഞാൻ. അതിലൊന്ന്, അതിലൊരാശയം ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ശബ്ദഘോഷം മുഴക്കുന്നതിന് പകരം പറയുന്നതിലൊരു ഉള്ളടക്കം ഉണ്ടാവണം. രണ്ട്, പറയുന്നത് ഒരു എന്താ പറയുക വലിയൊരു ബഹളാവാതെ അതിൻ്റെ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഭാഷാ ആവിഷ്കാരത്തിൻ്റെ ഒരു ശില്പഭംഗിയും ഒക്കെ അതിനുണ്ടാവുകയും ചെയ്യാം. ഇത് രണ്ടും പല നിലകളിൽ വരാം. ഇപ്പോൾ വിജയമാഷിൻ്റെ പ്രഭാഷണത്തിലാണെങ്കിൽ വലിയ കാവ്യാത്മകതയും പലപ്പോഴും സൂക്ഷ്മധ്വനികളാണ്. ഒരു സാധാരണ കേൾവിക്കാരൻ മനസ്സിലാക്കിയെന്ന് ഒരുപാട് അർത്ഥം അതിനുണ്ടാവും, സൂചനകളുണ്ടാവും. അതേസമയം മറ്റു ചില പ്രഭാഷണങ്ങൾ അങ്ങനെയല്ല, അതിൻ്റെ വാച്യാർത്ഥത്തിൽ തന്നെയായിരിക്കും അത് പോകുന്നത്. ഇതിലേത് ശരി ഏത് നല്ലതെന്നല്ല, പല പ്രകാരങ്ങളുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ലോകത്തെ ഏറ്റവും മികച്ച പ്രസംഗമായി തോന്നിയത് പ്രസംഗമല്ല, ഒരു പ്രസംഗാഭിനയമാണ്. ചാൾട്ടൺ ഹെസ്റ്റൺ എന്ന് പറയുന്ന ഒരു നടൻ ഈ ജൂലിയസ് സീസറിൽ മാർക്ക് ആൻ്റണിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം, അതേ ശരിക്കും എന്നെ കോരിത്തെരിപ്പിച്ചിട്ടുള്ള ഒരു പ്രസംഗമാണ്. അതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലോകത്തെ ഒരഭിനയമാണ് പ്രസംഗത്തിലെ ഏറ്റവും മികച്ച പ്രസംഗമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തത്. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ധാരാളം പ്രസംഗങ്ങൾ, ചർച്ചിൽ അങ്ങനെ ധാരാളം പേരുടെ പ്രസംഗങ്ങൾ കേൾക്കാമല്ലോ. മാർക്ക് ആൻ്റണി
മാർട്ടിൻ ലൂതറിൻ്റെ പ്രസംഗം, ഇതൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ പ്രകാരത്തിലാണെന്നല്ലാതെ പൊതുവിൽ നല്ല പ്രസംഗത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് ഈ രണ്ട് കാര്യമാണ്. അതിന് വിഷയപരമായൊരു ആഴം വേണം, ആവിഷ്കാരപരമായ ചാരുത വേണം. പിന്നെ വ്യക്തിപരമായി ഞാൻ കരുതുന്ന ഒരു കാര്യം കൂടി, നിങ്ങൾ കേൾവിക്കാരുടെ മുകളിൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കരുത്. ജനാധിപത്യം വേണം. അവരെ കൂടി മാനിക്കുന്നുണ്ട് എന്ന് അവർക്ക് കൂടി തോന്നണം. അല്ലാതെ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ മികച്ച പ്രഭാഷകരെല്ലാം ഒരിക്കൽ മോശം പ്രഭാഷകരായിരുന്നു എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആദ്യകാലം. അങ്ങനെ നോക്കിയാൽ മാഷിൻ്റെ ഒരു ആദ്യ പ്രഭാഷണം എവിടുന്ന് തുടങ്ങിയതാണ്? അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ മികച്ചതിൽ നിന്ന് തുടങ്ങിയതാണോ? അല്ല, നിശ്ചയമായിട്ടല്ലല്ലോ. ഞാൻ ആദ്യം പ്രസംഗിക്കുന്നത് സ്കൂളിലെ മത്സരവേദികളിലൊക്കെയാണ്. 5 മിനിറ്റിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ. അതിനൊരു പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കാണാതെ എഴുതി പിടിച്ച് പറയുന്ന രീതിയാണ്. അങ്ങനെ അല്ലാതെ പറയുന്ന, ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്. അപ്പോൾ അവരുടെ ഒരു കലാജാഥയുടെ വരവ് അങ്ങനെ എന്തോമായി ബന്ധപ്പെട്ട ഒരു തെരുവ് യോഗത്തിലാണ് പുറത്ത് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് ഞാനൊരു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു കവലയിൽ, ചെറായി കവല എന്ന് പറയുന്ന ഒരു കവല, സ്കൂളിൽ പഠിക്കുമ്പോൾ പൊതുസമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ധാരാളം ക്ലാസ് മുറികളിൽ സംസാരിച്ചു. നമ്മൾ ഈ സ്കൂളിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച്, സ്കൂളിലെ പ്രസംഗം നമ്മളെപ്പോഴും കുട്ടികളെ പരിശീലിപ്പിക്കുക, കുറേ കവിതാശകലങ്ങൾ, പ്രയോഗങ്ങൾ, പ്രത്യേക അംഗചലനങ്ങൾ, ഒരു കൃത്രിമമായ ഒരു 5 മിനിറ്റ്. എനിക്കത് ഒട്ടും തൃപ്തികരമായി തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ 5 മിനിറ്റിൻ്റെ പ്രസംഗത്തിൽ കാര്യമായിട്ട് പ്രവർത്തിക്കാനും പറ്റിയിട്ടില്ല. അതൊരു അനുകരണ കലയായി മാറിപ്പോകുന്നൊരു പരിപാടി. ഒന്നാമത് പ്രസംഗം എന്ന് പറയും, ഇപ്പം എന്നെ സംബന്ധിച്ച് 5 മിനിറ്റ് കൊണ്ടുള്ളൊരു വെടിക്കെട്ടായിട്ട് എനിക്ക് പ്രയാസമാണ്. കാരണം പതിയെ ആശയങ്ങൾ ബിൽഡപ്പ് ചെയ്താണ് ഞാൻ എൻ്റെ ഒരു പ്രസംഗ രീതി. ഇപ്പം അംഗവിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ധാരാളമുണ്ട്. അതേസമയം ആദ്യകാലങ്ങളിലൊരു പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു 5-8 വർഷമെങ്കിലും ഞാൻ കൈ അനക്കിയിട്ടേ ഇല്ല. പോഡിയത്തിൽ കൈ വെച്ച് ശാന്തമായി നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ മൈക്കിൽ പിടിച്ച് സംസാരിക്കുന്നതല്ല, അതൊരിക്കൽ പോലും കൈ അനക്കിയിട്ടില്ല. ഇപ്പോഴാകട്ടെ അത് സഹജമായിട്ട് വരും, നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്നതല്ല. അപ്പം അനങ്ങാതിരിക്കുന്ന കൈ ഏതോ ഒരു ഘട്ടത്തിൽ പതിയെ അനങ്ങി തുടങ്ങിയതാണ്. എന്നാലും നമ്മൾ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തെ, നമ്മളിപ്പോൾ കഥകളി, അങ്ങനെ ഓരോ രൂപമുണ്ട്, അങ്ങനെ ഒരു പ്രസംഗ കലയാണിത്. ആ കലയെ നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ അംഗവിക്ഷേപങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ ശബ്ദ വിന്യാസം, ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ അകമ്പടി അല്ലേ ഇതിനെ കലയെ നിർണ്ണയിക്കുന്നത്? അതെ. അതിൽ 2 ഘടകം പറയാം. ഒന്ന് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം പല പ്രസംഗകരും ചെയ്യുന്ന കാര്യം വളരെ ഒച്ചത്തിൽ സംസാരിക്കുക. അത് വാസ്തവത്തിൽ പ്രസംഗത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. കാരണം എന്നാൽ നമ്മുടെ ഒരു മുൻധാരണ തന്നെ ഉറക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ ഉറക്കെ സംസാരിക്കുമ്പോഴുള്ളൊരു കുഴപ്പം, ഈ കേൾക്കാനിരിക്കുന്നവർക്കേ അത് സ്വീകാര്യമായൊരു ശബ്ദമായിരിക്കണം. അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഹൈ ഡെസിബലിൽ ഇങ്ങനെ വൻ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് കേൾക്കാൻ പറ്റാണ്ടാവും. ശബ്ദം ഒരു ശല്യമായി തീരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് അഴീക്കോട് മാഷ് പണ്ട് പറയുന്ന ഒരു ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അദ്ദേഹം പറയണത്, സദസ്സിലെ ഏറ്റവും പുറയിലിരിക്കുന്ന ആള് ശ്രദ്ധാപൂർവം ചെവി കൂർപ്പിച്ചിരുന്നാൽ കേൾക്കാവുന്ന അത്രയും ശബ്ദത്തിൽ സംസാരിക്കേണ്ടുള്ളൂ. അല്ലാതെ അവിടെ ഇരിക്കുന്ന ആളുടെ വീട്ടിലും കേൾക്കണം എന്നുള്ള മട്ടിൽ നിങ്ങൾ വെച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല. അത് വളരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ അഴീക്കോട് മാഷാകട്ടെ, സാനു മാഷ്, വിജയൻ മാഷ്, നമ്മളറിയുന്ന ഒരു പ്രസംഗകരും അധികോച്ചത്തിൽ സംസാരിക്കുന്നവരല്ല. അവരൊക്കെ സൗമ്യമായിട്ട് സംഗീതം പോലെ ആവിഷ്കരിക്കുന്നതാണ്. അതെന്താ വെച്ചാൽ അത് വളരെ പ്രധാനമാണ്. ഈ ശബ്ദാട്ടഹാസം, നമ്മുടെ എന്താ പറയുക, ഈ സ്വരത്തിൻ്റെ ഈ പെരുപ്പിക്കലുണ്ടല്ലോ, സ്വരരാക്ഷസം എന്ന് KGS എഴുതണില്ലേ, ആ സ്വരരാക്ഷസത്തിനെ നമ്മൾ പുറത്ത് നിർത്തണം പ്രസംഗവേദിയിൽ. ഇങ്ങനെ നമുക്ക് ഒന്നിൽ തന്നെ ഉത്തരത്തിൽ അടയിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ EMSന്റെ പ്രസംഗം വിക്കുള്ള മനുഷ്യനാണ് അല്ലേ, മാഷ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ VS അച്യുതാനന്ദനിലേക്ക് എത്തുമ്പോൾ അത് വേറെ തരത്തിലുള്ള റെപ്പിറ്റേഷൻ, ചില വാക്കുകൾ. നമ്മൾ പിണറായിയിലെ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും സവിശേഷമായ മൗലികതയുള്ള ആളുകളാണ്. അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ആയാലും. അപ്പോൾ ഒരു പ്രസംഗത്തെ നിർണയിക്കുന്നതിൽ ഇതല്ലാത്ത പുറത്തുനിന്ന് ഓരോരുത്തരുടേതായ മൗലികതയില്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. കാരണം അവരെ ആശയങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ള രീതി. പിന്നെ ഇപ്പോൾ വിജയമാഷ പ്രസംഗത്തിലാണെങ്കിൽ എപ്പോഴും ഒരു ഉൾക്കാഴ്ചകളുടെ ലോകം ഉണ്ടാവും.
അതെല്ലാവർക്കും തിരിഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല, ബട്ട് അതവിടെ ഉണ്ടാവും. അത് കാഷ്വലായിട്ട് വന്നു പോകും. അന്ന് ശ്രദ്ധാലുവായ ഒരു കേൾവിക്കാരന് അതിൻ്റെ പൊരുൾ മനസ്സിലാവും. എല്ലാവരും അത് മനസ്സിലാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മാഷ അങ്ങനെ ഒരു രീതിയിലാണ്. സാനു മാഷാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു പ്രൗഢമല്ലാത്തൊരു വാക്കും പറയില്ല. ഒരു എന്താ പറയാ, മുനവച്ചൊരു വാക്ക് പറയാത്ത, അല്ലെങ്കിൽ ആരെങ്കിലും ദുസ്സൂചനകളൊന്നുമില്ലാത്ത സൗമ്യവുമാണ്, പ്രൗഢവുമാണ്. അത് വലിയ ആശയങ്ങളൊക്കെ മാഷ എഴുത്തിലും ഭാഷണത്തിലൊക്കെ വരും. പക്ഷെ ഒന്നും അത് ആ ഒരു മാഷയുടെ സങ്കല്പിച്ച ഒരു ഭാഷാ രീതിക്ക് താഴേക്ക് പോവില്ല. എത്ര ഭിന്നാഭിപ്രായം പറയുമ്പോഴും അത് ആദരവിൻ്റെ ഒരു തലമൊന്നും വിടില്ല. EMSനെ കേട്ട ഒരു പ്രഭാഷണ ശൈലി ഉണ്ടല്ല, EMSന്റെ ഒരു ആശയങ്ങളുടെ പ്രൗഢി കൊണ്ടും പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൈവന്ന സ്വീകാര്യത കൊണ്ടുമാണ്. അല്ലാതെ ഇപ്പോൾ അഴീക്കോട് മാഷയുടെയോ വിജയ മാഷയുടെയോ ഒന്നും ശൈലീപരമായൊരു ഒഴുക്കൊന്നും അല്ലല്ലോ. അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പ്രഭാഷകനും ചെയ്യാത്ത രീതിയിലാണ് EMS പ്രസംഗം തുടങ്ങുക, സഹോദരി സഹോദരന്മാരെ എന്നാണ്. അത് ഞാൻ അങ്ങനെ വേറെ ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. സുഹൃത്തുക്കളെ നിന്ന് ധാരാളം പേര് പ്രസംഗിക്കും EMS സഹോദരി സഹോദരന്മാരെ എന്നാ തുടങ്ങുക. അതെ, വേദിയാണെങ്കിൽ സഹാക്കളെ എന്ന് പറയാം, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരെ എന്നാ പറയാം. പിന്നെ ഏത് വിഷയമാണോ പറയാനുള്ളത് നേരിട്ട് ആ വിഷയത്തിലേക്ക് കടക്കുക. ആലങ്കാരികതയൊന്നുമില്ല, അല്ല അധ്യക്ഷനാഭിസംബോധനയിൽ അങ്ങനെ ഒന്നുമില്ല. നേരെ വിഷയത്തിൽ കിടക്കുന്നു. 20-25 മിനിറ്റ് കൊണ്ട് ആ വിഷയത്തിൽ തൻ്റെ ആശയങ്ങൾ അടുക്കി വയ്ക്കുന്നു. ഒരു വാക്ക് പോലും തിരുത്താനില്ലാത്ത മട്ടിൽ വ്യക്തതയോടെ പറയും. അതിൽ നേർത്ത ഫലിതങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആളുകൾ ആർത്ത് ചിരിക്കും. നമ്മളാണ് ആ ഫലിതം പറയണമെങ്കിൽ നമ്മൾ പോലും ചിരിക്കില്ല, അത്ര ദുർബലമായിരിക്കും. പക്ഷെ EMSന്റെ അത്തരം ചെറിയ കമന്റുകൾ വരെ ഭയങ്കരമായ ചിരി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അദ്ദേഹം അതിലൊക്കെ നിർമ്മമനുമാണ് കേട്ടോ. അങ്ങനെ ഭാഷാപരമായ ശബ്ദഘോഷങ്ങളില്ല, ഏറ്റക്കുറച്ചിലില്ല, നാടകീയതയൊന്നുമില്ല. പക്ഷെ ആശയങ്ങളുടെ ഒരു ബലം എപ്പോഴും ഉണ്ടാവും. അതായത് ഒന്നും വെറുതെ പറയില്ല, ആലങ്കാരികതയ്ക്ക് വേണ്ടി ഒന്നും പറയില്ല. അതൊരു ഇത് പറഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം എനിക്ക് ഫീൽ ചെയ്തത്, നമ്മളൊരു വിഷയത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വിഷയത്തിലേക്ക് നമ്മൾ വൃത്തിയിൽ കടക്കണമെങ്കിൽ ആ വിഷയം നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പായിട്ടും. മിക്കപ്പോഴും പ്രഭാഷണം അത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം. അതെ. അതായത് ഏതറിവും രണ്ട് പ്രതലങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ വസ്തുതാപരമായ അടിസ്ഥാനം, പിന്നെ നിങ്ങൾ ഇതിനെ സ്വാംശീകരിക്കുന്നത് വഴി അത് നിങ്ങളുടെ ഒരു അനുഭവ മൂല്യമുള്ള ഒരു ആശയമായിട്ട് മാറും. ആശയങ്ങൾ കേവല ആശയങ്ങളല്ല, ആശയങ്ങൾക്കൊരു അനുഭവ മൂല്യമുണ്ട്. ഈ അനുഭവ മൂല്യം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ ഒരു ജൈവ സ്വഭാവം ഉണ്ടാവും. അനുഭവ മൂല്യമില്ലെങ്കിൽ ഇത് പൊങ്ങുതടി പോലെ കിടക്കും. നമ്മുടെ മിക്കവാറും ഈ ആശയ ചർച്ചകളിൽ സംഭവിക്കുന്നത് ഇത് അവരുടെ ബോധത്തിൻ്റെയോ ആത്മബന്ധമില്ല, ഒരനുഭവ മൂല്യമില്ല. ഒരു വളരെ പ്ലാസ്റ്റിക്കായ ആശയങ്ങൾ ഇങ്ങനെ വാരി വെതറുക, അതാരെയും തൊടില്ല. അതുകൊണ്ട് ആശയങ്ങൾ അതേപടി ആശയങ്ങളായിട്ടൊന്നും നിൽക്കില്ല. അതിപ്പോൾ ഞാൻ പറയണത്, ചിന്ത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വൈകാരികമാണ്, വികാരം എന്ന് പറയുന്നത് ചിന്താപരവുമാണ്. അല്ലാതെ ഇതിനെ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എനിക്കിപ്പോൾ വ്യക്തിപരമായി സ്വയം ബോധ്യപ്പെട്ടൊരു കാര്യമാണെങ്കിൽ, ഞാൻ ഉൾക്കൊണ്ടൊരു കാര്യമാണെങ്കിൽ, എനിക്കത് സംശയമില്ലാതെ പ്രസംഗവേദിയിൽ വിശദീകരിക്കാൻ പറ്റും. ടെൻഷനും വേണ്ട. എനിക്ക് പക്ഷേ ബോധ്യമായിരിക്കണം. അതിൽ ഞാൻ അനുഭവപരമായി എനിക്കതിൽ തൃപ്തിയും വേണം. ഇപ്പോൾ ഒരാശയം ഞാൻ പറയുമ്പോൾ ആശയം എനിക്കുകൂടി സ്വീകാര്യമാണെങ്കിലേ എനിക്കത് കൺവിൻസിംഗ് ആയി ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഈ സദസ്സിൽ ഇപ്പോൾ ഒരു 100-200-500 പേരുള്ള സദസ്സിൽ നമ്മളുമായിട്ട് ഹൃദയബന്ധം എന്ന് പറയുന്നത് ഒരു 10-15 പേർക്കായിരിക്കും. 50 പേരുള്ള സദസ്സിലാണെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും. ഈ ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരാളാണ് നമ്മളുമായി 100% കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഏതോ ലെവലിൽ ഈ ഇതിൻ്റെ ഇടയിൽ വന്നു പോകുന്നു എന്ന്. ഇപ്പോൾ പൊതുപ്രസംഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലെയറുകളല്ലേ. ഒരു കപ്പലണ്ടി കച്ചവടക്കാരനും കേൾക്കാൻ നിൽക്കണ്ടാവും, ഒരു പ്രൊഫസറും കേൾക്കാൻ നിൽക്കണ്ടാവും. ഈ രണ്ടറ്റങ്ങളിലേക്കും നമ്മൾ പോകണം. ഈ രണ്ടറ്റങ്ങളിലേക്കും പോകണം, അവരോട് എൻഗേജ് ചെയ്യാനും പറ്റണം. അത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ പ്രഭാഷകർ പരാജയപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവരവരുടെ മോഡിൽ മാത്രമേ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് മാഷയുടെ തുടക്കകാലം, ആദ്യകാലത്ത് ഞാനൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സുൽഫിളയുടെ പ്രസംഗിച്ചാൽ നമുക്കത് വായിച്ചാലും മനസ്സിലാവില്ല, പ്രസംഗിച്ചാലും മനസ്സിലാവില്ല എന്ന് കേട്ട് ആണ് ഞാൻ വളർന്നത്. പക്ഷെ ഇന്ന്
ഒരു സുൽഫി ഇളയിടത്തിന് 50 ലക്ഷം ആളുകൾ കേട്ട വീഡിയോ ഓൺലൈനിൽ വന്നു. അപ്പൊ അത്രയും എന്താ പറയാ, ഈ അജ്ഞാതരായ മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാവില്ലേ. അപ്പൊ അത് ആ ഒരു വളർച്ച ഒരു കലയ്ക്കകത്ത് അയാൾ ഒരു സംഗീതജ്ഞൻ അതിനകത്ത് ശേഷി നേടുന്നത് പോലെ നേടുന്നതാണ്. കുറേ ആ ഘടകമുണ്ട്. കാരണം 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്രസംഗവേദിയിൽ നിന്ന് പറഞ്ഞും മനുഷ്യരുമായി ഇടപെട്ടും ഉണ്ടായ മാറ്റമുണ്ട്. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിലാകാൻ പ്രയാസമുള്ള പ്രസംഗങ്ങളുടെ ഒരു കാലം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ അക്കാദമികമായി ജീവിച്ചൊരു കാലമാണ്. ആ പ്രസംഗങ്ങളുടെ ഒരു പ്രശ്നം, അതൊരു അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് മുമ്പിലാണ് മിക്കവാറും സംസാരിക്കുക. സെമിനാർ വേദികൾ പുറത്തുണ്ടായ അഭിപ്രായമായിരിക്കാം ഏറിയോ. പുറത്ത് ഞാൻ അന്നധികം സംസാരിക്കുന്നില്ല. അതേസമയം നമ്മൾ റോട്ടിലെത്തുന്ന സമയത്ത് ഇതൊക്കെ മാറും. നിങ്ങളുടെ ടെർമിനോളജിയും ജാർഗണമൊന്നും അവിടെ നിൽക്കില്ല. അവിടെ മനുഷ്യരെ ഇത് സ്പർശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡം. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. അപ്പം അത് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ പറ്റുകയില്ല. നമ്മൾ പറഞ്ഞ് പരിചയിച്ച് വരണം. സദസ്സ് എന്താണ്, കേൾവിക്കാരെന്താണ്, അവരുടെ സ്വഭാവം എന്താണ്. അതിപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ മാഷിനെ ഇപ്പോൾ ഒരു കാസർഗോഡിൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്ന് വിളി വരും, അല്ലെങ്കിൽ UK നിന്ന് വിളി വരും, അമേരിക്കയിൽ നിന്ന്. അങ്ങനെ മാഷ് ഇങ്ങനെ ഒരു പ്രസംഗം കൊണ്ട് ഭൂപടം ചുറ്റുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. ആ ശേഷി, ആ വാക്കിനോടുമായിട്ടുള്ള ബന്ധുത്വം കാരണം, അല്ലെങ്കിൽ സൗന്ദര്യാത്മകവും രാഷ്ട്രീയവുമായ ശേഷി അടുപ്പം കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾ ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലേക്ക് മാഷ വിളിക്കുന്നു, ഇന്ന വിഷയമാണ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നതാണോ, അതോ ആ വേദിയിലേക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ മുകളിൽ ഒരു സഞ്ചാരം ആ വേദിയിൽ നിന്ന് സാധ്യമാക്കുന്നതാണോ? അല്ല, വേദിയിൽ വെച്ച് ഞാൻ മാറാറുണ്ട്. ഇപ്പോൾ 2 രീതിയിലാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയൊരു പ്രമേയമാണെങ്കിൽ ഞാനത് നന്നായിട്ടിരുന്ന് വായിച്ച് ഒരു ഒരുക്കം നടത്തും. അത് മുഴുവൻ ആ പ്രസംഗവേദിയിൽ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ വിഷയത്തിൻ്റെ എല്ലാ വ്യാപ്തിയും ഏറെക്കുറെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് പുതിയൊരു വിഷയമാണെങ്കിൽ പോവുക. പഴയ ഇപ്പം നമ്മൾ പലവട്ടം പറഞ്ഞ വിഷയങ്ങൾ വരുമല്ലോ, ആവർത്തിക്കേണ്ടി വരും. അപ്പോൾ ചെയ്യുന്നത് ആ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിലുണ്ടായിട്ടുള്ള സന്ദർഭങ്ങളോടൊക്കെ അതിനെ ഒന്ന് കൂട്ടിയിണക്കി. പിന്നെ നമ്മളിത് ഇംപ്രവൈസ് ചെയ്യുകയാണല്ലോ സ്റ്റേജിൽ നിന്ന്. അപ്പോൾ ഏത് ആശയാണ് അവിടെ ക്ലബ് ചെയ്യപ്പെടുക എന്ന് നമുക്ക് മുൻകൂറായി പറയാൻ പറ്റില്ല. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങാറൊന്നുമില്ല. അതായത് ഈ വേദിയിൽ സംസാരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു ഒരുക്കമില്ല. മറിച്ച് പുതിയ വിഷയങ്ങളാണെങ്കിൽ, ഇപ്പം ഞാൻ അടുത്തിടയ്ക്ക് ഒരു വിഷയത്തിന് വേണ്ടി കുറേ വായിച്ചു. വന്ദേമാതരവും ജനഗണമന, ഈ 2 ഗാനങ്ങളും അതിൻ്റെ പുറയിലെ ദേശീയതാ സങ്കല്പത്തിൻ്റെ. അപ്പം ഞാനതിന് 2-3 പുസ്തകങ്ങൾ വായിച്ചു. ധാരാളം ഡാറ്റ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ആ പ്രസംഗത്തിലല്ല, വേറെ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ അത് വരും. അപ്പോൾ ഒരുക്കം അനിവാര്യമാണ്. പക്ഷെ അതിൻ്റെ തോതും തരവും മാറി മാറി വരും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ആദ്യമായി ഒരു വിഷയം പഠിച്ച് ഒന്നാമതായി പ്രസംഗിച്ചാൽ മിക്കവാറും അത് നല്ല പ്രസംഗമാവില്ല. അത് 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ സൂക്ഷ്മാംശങ്ങളൊക്കെ കയ്യിൽ ഒതുങ്ങി ഗ്രിപ്പ് വരും. നമ്മളതിനെ ഒരു സൗന്ദര്യശില്പമാക്കി മാറ്റും നമ്മുടെ ആന്തരികതയിൽ, നമ്മുടെ ഒരു ധാരണയിൽ. അത് കഴിഞ്ഞ് അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് വളരെ മെച്ചപ്പെട്ട ഒരു. പക്ഷെ നേരത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ നർമ്മം ഒരു പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ചേരുവകളുണ്ട്. അതെ അതെ അതെ. അതായത് എല്ലാവർക്കും അത് സാധ്യമാണെന്നില്ല. ചിലർ നർമ്മമില്ലാതെയും, ഇപ്പൊ വിജയൻ മാഷിന്റെ നർമ്മം വളരെ ധ്വനികളാണ്. അതെ അതെ അതെ. അതിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന സാക്ഷരത ആവശ്യമാണ്. അപ്പോൾ ഈ നർമ്മം, അതായത് മാഷിൻ്റെ പ്രസംഗം ഒരു കുറച്ചും കൂടി നർമ്മം കൂടി അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചേരുവ, അല്ലെ കൂട്ട്, അതെവിടെ നിന്നൊക്കെയാണ്? അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ വ്യക്തിപരമായി തമാശ പറയുന്ന ഒരാളല്ല. അങ്ങനെ തമാശ പറഞ്ഞാൽ ഫലിക്കുകയല്ല. ഞാനങ്ങനെ ഒരു, ഇപ്പോൾ പ്രദീപൻ സഹജമായി തമാശ പറയുന്ന ഒരാളാണ്. അങ്ങനെ ധാരാളം പേരുണ്ട്. എനിക്ക് അങ്ങനെ സഹജമായ ഒരു നർമ്മശേഷിയുള്ള ആളല്ല. പക്ഷെ വേദിയിൽ ഞാൻ പതിയെ പതിയെ ഫലിതങ്ങൾ ധാരാളം പറയാറുണ്ട്. പിന്നെ ഞാനത് ചില നല്ല ഫലിതങ്ങൾ നമ്മളെ സ്പർശിക്കുമല്ലോ. അപ്പോൾ നല്ല സൂക്ഷ്മതയുള്ള ധർമ്മങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചാപ്ലിൻ്റെയോ അല്ലെങ്കിൽ രജനീഷിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫലിതങ്ങളുണ്ട്. അപ്പം ആ ഫലിതങ്ങൾക്ക് ഒരർത്ഥത്തിലൊരു ബൗദ്ധികാംശമുണ്ട്. അതേസമയം അതിനകത്തൊരു ചിരിയുടെ നല്ല ധ്വനിയുള്ള ചിരിയും ഉണ്ടാവും. അപ്പം അങ്ങനെ ചിലതൊക്കെ മനസ്സിൽ പതിയുമ്പോൾ അതിങ്ങനെ ഓർത്ത് വയ്ക്കുകയും സന്ദർഭങ്ങളിൽ പറയുകയും ചെയ്യും. പിന്നെ പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് സഹജമായി
പ്രസംഗവേദിയിൽ തമാശ പറയാൻ പറ്റും ഒരു സ്ഥിതി ഉണ്ടായി. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫലിതം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്വകാര്യതയിൽ ചിലപ്പോൾ സംഭവിക്കും. ചിലരുടെ കാര്യം നേരെ വിപരീതം. സ്വകാര്യ സന്ദർഭങ്ങൾ ധാരാളം പറയും, പക്ഷെ വേദിയിൽ പറയാൻ പറ്റില്ല. അത് ആദ്യ സംഭാഷണം തന്നെ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. എനിക്ക് വേദിയിൽ ഇപ്പോ തമാശ പറയാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ ഇത് കൈവിട്ടു പോകും. അതായത് തമാശകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നിട്ട് ഈ ആശയത്തിന്റെ ഒരു ദാർഢ്യം മുഴുവൻ പൊളിഞ്ഞു പോകുന്നതും അപൂർവമായിട്ടുണ്ടായിട്ടുണ്ട്. വളരെ കൂടുതലുണ്ടായിട്ടില്ല. അതായത് വേറൊരു കാര്യം അതുപോലെ തന്നെ നമ്മളൊരു പ്രസംഗം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും പ്രസംഗത്തിന് ഫീൽ ചെയ്തത് ഒരു ക്രിക്കറ്റ് കളി പോലെയാണ്. ചിലപ്പോൾ നമ്മൾ ഇന്ന് സെഞ്ചുറി അടിക്കും, നാളെ ചിലപ്പോൾ ഡക്കൗട്ട്. അപ്പൊ ഇതിന്റെ ഒരു അതെ എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് സ്വയം തോന്നുന്നത് ഒരു ആവറേജ് നിലവാരം ഇപ്പൊ പ്രസംഗങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അത് 100% താഴോട്ട് പോകുന്നൊരു സന്ദർഭമില്ല. ഇപ്പൊ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ കയറി മിനിമം പാസിലേക്ക് കാരണം ഇപ്പൊ വേദിയിൽ പ്രസംഗിക്കാൻ കയറി പരിഭ്രമിച്ച് പ്രസംഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി എനിക്കിനി ഉണ്ടാവില്ല. കാരണം ആ ഒരു വഴക്കം നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയല്ല. പിന്നെ ഏറ്റവും നല്ല പ്രസംഗമാവുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ എന്റെ ഏറ്റവും നല്ല പ്രസംഗങ്ങളിൽ ഒന്നെന്ന് ഞാൻ പറയണുള്ളൂ, ഒരേ ഒന്നെന്ന് പറയല്ല. അത് ഞാൻ എറണാകുളത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ അവിടുത്തെ ഒരു പുസ്തക പ്രദർശനം നടക്കുന്നതായി ഗ്രന്ഥശാല സംഘത്തിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ വൈകിട്ടൊരു ടോക്ക് എനിക്കുണ്ട്, 4 മണിക്കോ 5 മണിക്കോ മറ്റോ. ഞാൻ ചെല്ലുമ്പോൾ ഈ പുസ്തകം വാങ്ങാൻ വന്ന് ക്ഷീണിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ അവിടെ ഇരിക്കേണ്ടെന്നല്ലാതെ അതിന് സദസ്സൊന്നുമില്ല, വലിയ സദസ്സൊന്നുമില്ല. ഞാൻ അന്ന് സംസാരിച്ചത് എന്തോ ഈ ഭാവന എന്ന് പറയുന്ന ഒരു ആശയം എന്തുകൊണ്ട് പ്രധാനമാണ്. ലിറ്റററി ഇമാജിനേഷൻ ഓർ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങി. ഒരു 15 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുക, ആരും കേൾക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാനത് പറഞ്ഞു തുടങ്ങി ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ആ വിഷയത്തിൽ ഭയങ്കരമായിട്ട് മുഴുകുകയും ഒരു നിലയ്ക്ക് ആശയങ്ങൾ എന്നിലൂടെ അങ്ങ് ഒഴുകിത്തുടങ്ങുകയും ചെയ്തു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രസംഗമാണ് ഞാൻ ഈ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കേൾവിക്കാരെ പരിഗണിക്കുകയും ചെയ്യാത്ത നമ്മൾ തന്നെ, അതായത് കൃത്യം വാക്കുകൾ വരിക, കൃത്യ ആശയങ്ങൾ വരിക, കൃത്യം ചേരുവകളാവുക, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആവുക. പക്ഷെ അവിടെ ഇരിക്കുന്ന ഒറ്റ ആൾക്കും അത് മനസ്സിലായിട്ടില്ല, ഒറ്റ ആളും അത് ശ്രദ്ധിക്കുന്നുമില്ല. ഈ പ്രസംഗം നടത്തുന്ന ഞാൻ തന്നെയാണ് അതിൻ്റെ കേൾവിക്കാരനും, വേറെ ആരുമില്ല. ആ പ്രസംഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ മാഷ പ്രസംഗം കേട്ടത് ഏറ്റവും മികച്ചത് കേട്ടത് ഒരു 10 വർഷം മുമ്പ് സാഹിത്യ അക്കാദമിയിൽ ഒരു ചെറിയ ഹാളിൽ നമ്മളന്ന് 50 ആൾ, അന്ന് ബി രാജീവ് മാഷക്ക് എന്തോ ഒരു അവാർഡ്. അപ്പോൾ അന്ന് രാജീവ് മാഷ മുഴുവൻ സൈദ്ധാന്തിക സംഭാവനകളെല്ലാം ചേർത്ത് വെച്ച് മാഷ പ്രസംഗം. അപ്പം ഞാനത് അന്ന് അത് റെക്കോർഡ് ചെയ്തില്ലല്ലോ എന്നാലോചിച്ച മനോഹരമായ, പക്ഷെ അതാരും കേട്ടിട്ടില്ല. അല്ല, അങ്ങനെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ പല പ്രസംഗങ്ങളും ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് നമുക്ക് ഇനി ആവർത്തിക്കാൻ പറ്റില്ല, അടുത്തൊരു വേദിയിൽ ആവർത്തിക്കണം. ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഒരു 10 ആഷ് പോയിന്റുകൾ കൃത്യമായിട്ട് കുറിച്ച് വെച്ച് പ്രസംഗിക്കാൻ പോയാൽ ആ പ്രസംഗം പൊളിഞ്ഞു പോകും. അതേസമയം ഞാനിപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ ഉണ്ടാക്കുന്നല്ലാതെ അതിനപ്പുറം ക്രമമൊന്നും ഉണ്ടാക്കില്ല. ഈ ക്രമം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വാഭാവികതയെ പലപ്പോഴും ദുർബലപ്പെടുത്തും, ഒന്നിന്ന് അടുത്തതിലേക്ക്. മറ്റത് അങ്ങനെയല്ല, എങ്ങോട്ടും പോവും. പിന്നെ ഞാനിപ്പോൾ കുറെ കാലം കൊണ്ട് തിരിച്ചു വരുന്നുള്ളതൊരു ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മളൊരു വാക്ക് എഴുതിയാൽ അത് അച്ചടിക്കപ്പെട്ടാൽ അത് അവിടെയുണ്ട്. വായുവിലേക്ക് പോയ വാക്കിനെ തിരിച്ചു പിടിച്ചാൽ ആരും വരാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര നഷ്ടബോധം ഉണ്ടാവും ചില സമയത്ത്. കാരണം നമ്മൾ പറഞ്ഞൊരു വാചകം അത്ര സൗന്ദര്യമുള്ള തികവുള്ള വാചകങ്ങൾ ചിലപ്പോൾ വരുമല്ലോ, അത് നമ്മൾ ആലോചിച്ചൊന്നും പറയണതല്ല, അങ്ങ് വീഴണതാണ്. അത് പിന്നെ ചിലപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ പറയും ചില വാക്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വാക്യങ്ങളാണെങ്കിൽ കുട്ടികൾ പറയും പക്ഷെ ഒന്നുകൂടി പറയുമെന്ന് പറയും. നമുക്ക് ആവർത്തിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഒരു ആശയം മാത്രമല്ല, ആ ചേരുവയുണ്ടല്ലോ, പദച്ചേരുവ, പിന്നെ ടോണൽ എഫക്റ്റ്. ഈ പ്രസംഗത്തിൽ അതിനൊരു വലിയ ഇതുണ്ട്, ഒരു താളമുണ്ട്. പിന്നെ പലരും അടുത്ത് പറയുക അവർ ഒരു പാട്ട് കേൾക്കണ പോലെ പ്രസംഗം കേൾക്കുന്ന ആളുണ്ട്, അവർക്ക് ആശയമൊന്നുമല്ല, ഇതിൻ്റെ ടോണൽ എഫക്റ്റ് അവരെ സ്പർശിക്കുന്നുണ്ട്. അത് പല പ്രസംഗങ്ങൾക്കുണ്ട് കേട്ടോ. അതല്ല എപ്പോഴും നമ്മൾ പ്രസംഗത്തിൻ്റെ നേരത്തെ നർമ്മത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പം ആളുകളെ ഒരാശയം വിടർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിനകത്ത് കവിതാശകലങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് അതായത് മാഷിൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ഈ കവിത വരുന്നുണ്ട്. ഇത്
എങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുന്ന ഓരോ സന്ദർഭത്തിൽ? ഓർമ്മിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളമായിട്ട് കവിത ചൊല്ലുമായിരുന്നു ഒരു കാലത്ത്. പ്രസംഗവേദിയിലും ചൊല്ലുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ബോധപൂർവം നിർത്തിയതാണ്. കാരണം നമ്മൾ പ്രസംഗം കഴിഞ്ഞ് ഒരു കവിത ചൊല്ലിയാൽ നമ്മൾ ഈ പ്രസംഗിച്ചതിനെ മുഴുവൻ ആ കവിത റദ്ദാക്കി കളയും. കാരണം കവിതയുടെ ഒരു ആഘാതശേഷി ഭയങ്കരമാണ്, ആളുകളെ അത് സ്പർശിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ ആശയങ്ങളൊക്കെ പെട്ടെന്ന് കവിത അതിന്റെ മുകളിലാണ്. അതോടെ ഞാൻ കവിതകളിൽ നിർത്തി. എങ്കിലും കവിത ചൊല്ലിപ്പടിച്ചതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ധാരാളം ഉദ്ധരണികൾ എനിക്ക് സന്ദർഭാനുസരണം കിട്ടും. അതിപ്പോ നമ്മൾ വിപുലമായ ഒരു 15 മിനിറ്റ് ഒരു ആശയം പറഞ്ഞിട്ട് അതിൻ്റെ സംഗ്രഹം പോലെ 4 പേര് കവിത ചൊല്ലിയാൽ ഒരു പക്ഷേ ആ 15 മിനിറ്റിനേക്കാൾ തീവ്രമായിട്ട് ആളുകൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയും. ഞാൻ പറയണത് ഈ അനുഭവമൂല്യം എന്ന് പറയുന്നത് പ്രസംഗത്തിൽ പ്രധാനമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ആശയമൂല്യം പോലെ തന്നെ ആശയങ്ങളെ അമൂർത്തമായിട്ട് ഇങ്ങനെ വിന്യസിക്കുന്നതിന് പകരം അത് ആളുകൾക്കൊരു എക്സ്പീരിയൻഷ്യൽ വാല്യൂ കിട്ടണം, അവർക്കൊരു അനുഭവ തലത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റണം. അതിന് ഏറ്റവും സഹായിക്കുന്നത് കവിതയാണ്. അപ്പോൾ കവിത പഠിച്ചതുകൊണ്ട്, ധാരാളം കവിതകൾ അറിയാവുന്നതുകൊണ്ട് എനിക്കത് ഉദ്ധരിക്കാൻ പറ്റാറുണ്ട്. രണ്ടാമത്തെ ഒരു ഗുണം എനിക്കതിൽ നിന്ന് കിട്ടിയത്, ഈ കവിതകളാണല്ലോ ഭാഷയുടെ ഏറ്റവും സൂക്ഷ്മ പ്രതലം. അപ്പം നമുക്ക് വാക്കുകളുടെ ചില തരത്തിലുള്ള കോയിനേജുകൾ കിട്ടും. ഈ കവിത ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അത്തരം സൗന്ദര്യമുള്ള പദങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കാനും പറ്റും. കുറേ നമ്മളിങ്ങനെ ചൊല്ലിപ്പറിച്ചതൊക്കെ കൊണ്ട് ചില വാക്കുകൾ ചേർത്ത് ആ നിമിഷത്തിലൊരു വാക്കുണ്ടാക്കാനും ചിലപ്പോഴൊക്കെ പറ്റും. അങ്ങനെ ഈ രണ്ട് പ്രതലത്തിലും അതെന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കവിത നമുക്കൊന്നുകൂടി നേരത്തെ പറഞ്ഞ ഒരാശയം, ഇപ്പോൾ അമൂർത്തമായ ഒരാശയത്തെ വളരെ സൗന്ദര്യാത്മകമായി ഫിലോസഫിക്കലായി ഒരു സ്ഥലത്ത് മാഷ് സംസാരിച്ചപ്പോൾ ഞാൻ സമീപകാലത്തുണ്ടായ ഒരു കാര്യം, അത് ട്രോളായി വരുന്നു. അതിന് ആ സന്ദർഭത്തിനകത്ത് നടത്തി മാറ്റി നമ്മൾ ട്രോളാക്കി മാറ്റുന്നു. അത് പലരും ശബ്ദം കൊടുക്കുന്നു. കുതിരവട്ടം പപ്പുവിനെ പോലെ നേരത്തെ താനാരാണെന്ന് തനിക്കറിയില്ലേ, ഇങ്ങനെ ട്രോളാക്കി മാറ്റുമ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് അത് തോന്നല്? അതായത് ഒരു ആശയത്തെ അടർത്തി നമ്മൾ പറഞ്ഞ വളരെ ഗൗരവമായ ഒരു കാര്യത്തെ ഇങ്ങനെ പരിഹാസ്യമായി ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ, എങ്ങനെയാണ് അതിനെ തോന്നിയത്? കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടു പലവട്ടം. എനിക്ക് ധാരാളം പേര് അയച്ചു തന്നതാണല്ലോ. വാസ്തവത്തിൽ അത് വളരെ സീരിയസ് ആയ ഒരു ആശയമായിരുന്നു. അത് മിഖായൽ ഭക്തിനെയും നാരായണ ഗുരുവിനെയും വെച്ചിട്ട് പറഞ്ഞതായിരുന്നു. ആ മുറിച്ചു മാറ്റിയതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവർ രണ്ടുപേരുടെയും പേര് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ പേര് മാറ്റിയിട്ട് ഈ ആശയം മാത്രം എടുത്ത് ഏതാണ്ട് 1 മിനിറ്റിൽ താഴെയുള്ള ഒരു സമയം കൊണ്ട് അതിനൊരു കോമാളി രൂപത്തിലാക്കി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ കരുതുന്നത് ആ വാക്യവും ശ്രദ്ധാപൂർവം ഒരാൾ നോക്കിയാൽ, ഇതിപ്പോ വേറെ ശ്രദ്ധാപൂർവം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ പുറമേയുള്ള അർത്ഥത്തിനപ്പുറം അതിൻ്റെ ധ്വനി കിട്ടുന്ന തന്നെ എനിക്ക് തോന്നണത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുമ്പോൾ അടുത്തൊരു വേദിയിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ അമൂർത്തമായ അല്ലെങ്കിൽ ഫിലോസഫിക്കലായ ചില ആശയങ്ങൾ പറയാനുള്ള ധൈര്യം ചോർത്തിക്കളില്ലേ? ഇത് ഇല്ല, ഞാനതങ്ങനെ എടുത്തില്ല. ഞാൻ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു വെച്ചേക്ക്, അടുത്ത ആഴ്ച എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് ട്രോള് വരും, അപ്പം നിങ്ങൾക്ക് ചിരിക്കാന്ന് പറയും. അങ്ങനെ പറയുന്നതോടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്കിത് പറയുന്നതിനുള്ളൊരു മടി പോയി കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണിത് വരുന്നത്. പിന്നെന്താണെന്നറിയോ, ഇപ്പോൾ വിജയൻ മാഷ പ്രസംഗങ്ങളൊന്നും വാസ്തവത്തിൽ യൂട്യൂബിൽ ഏറെ ഇല്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ. വിജയൻ മാഷ പ്രസംഗങ്ങളാണെങ്കിൽ ഇപ്പോൾ ഞാനിത് എത്രയോ കേട്ടതാണ്. അപ്പം മാഷ പ്രസംഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അമൂർത്തമായ ആശയങ്ങളുടെ ഒരു വലിയ സംഭരണിയാണ്. അപ്പം അതൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ 1000 മടങ്ങ് പരിഹസിക്കപ്പെടുമായിരുന്നു. ഇത് പുതിയ കാലത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, പുതിയ കാലത്ത് സംഭവിച്ച ഒരു കാര്യം, നമ്മുടെ വിഷയമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു തരം മീഡിയോക്രിറ്റി സാർവത്രികമായി. അപ്പോൾ ഒറ്റ കേൾവിക്ക് ഒരാൾക്ക് മനസ്സിലാവാത്തതെല്ലാം വിഡ്ഢിത്താണെന്ന് വിധിക്കാൻ ആളുകൾക്ക് മടിയില്ലാണ്ടായി. മുമ്പ് അങ്ങനെയല്ല. വിജയമാഷ കേട്ട് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണോ എന്ന് ഞാൻ ആലോചിക്കും. അപ്പം അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. പറഞ്ഞ ആളുടെ കുഴപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളതിന് വഴങ്ങാതിരിക്കുക. ഞാൻ അതിൻ്റെ പേരിൽ എൻ്റെ രീതികൾ മാറ്റാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പറയാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പറയും. ഇങ്ങനെ ക്ലാസ്സിൽ ഞാൻ പറയും. ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ആശയം പറയുമ്പോൾ ഞാൻ അതിനൊന്ന് തമാശയാക്കിയിട്ട് ഉച്ചയായപ്പോൾ എനിക്ക് ഭ്രാന്തായി പോയി എന്ന് കരുതരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് വിടും. ഇതതുപോലെ നീണ്ട പ്രഭാഷണം, കേരളത്തിന് കേട്ട പ്രഭാഷണങ്ങളിൽ കേരളം അനുഭവിച്ച ആദ്യകാല പ്രഭാഷണങ്ങളെല്ലാം അതായത് 1 മണിക്കൂർ, അരമണിക്കൂർ, 5 മിനിറ്റ് എന്നൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സുകുമാരൻ അഴീക്കോട് 2-3 ദിവസമൊക്കെ പ്രസംഗിച്ചതായിട്ടുണ്ട്. പക്ഷെ അതൊരു പബ്ലിക്കിനോട് അത് അക്കാഡമിക്കായിട്ടും മറ്റൊക്കെ. പക്ഷെ ഇത് 5 ദിവസമൊക്കെ പ്രസംഗിക്കുക. മാർക്സിസം 5 ദിവസം, മഹാഭാരതം 5 ദിവസം, രാമായണം, ഇങ്ങനെ. അതായത് നമ്മൾ ഇത്ര നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പറ്റും എന്നുള്ള
അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ കേൾവിക്കാർക്കും പറ്റും എന്നുള്ള തോന്നൽ ഒക്കെ അത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രസംഗം തരുന്നൊരു സാധ്യതയുണ്ട്. അത് പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ വിഷയത്തിൻ്റെ ഒരു തുറസ്സുണ്ട്. നിങ്ങൾക്കതിൽ ആർക്കിയോളജിയോ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മിത്തോളജിയോ ലിംഗ്വിസ്റ്റിക്സോ കണ്ടംപററി പൊളിറ്റിക്സോ ഈവൻ നമ്മുടെ ആധുനികമായ സാഹിത്യ സങ്കല്പങ്ങളോ ഒക്കെ സന്ദർഭാനുസരണം കൂട്ടിയിണക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ടെക്സ്റ്റാണത്. അതെ അതെ. മാത്രമല്ല അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേയപരമായി നമ്മളൊന്നും വിശദീകരിക്കണ്ട. ഇപ്പം കർണൻ എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ആരാണെന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അത് ആളുകളുടെ സഞ്ചിത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ഉള്ളിലുണ്ട്. അത് ഇമ്മീഡിയറ്റായി അവരെ പോയി തൊടും. അപ്പം അതിൽ നിന്ന് നമ്മളൊരു ആശയം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് എല്ലായിടത്തും പറ്റൂല. ഇപ്പം ഞാൻ മാർക്സിസവും ഇതുപോലെ 5 ദിവസം ഇവിടെ കോഴിക്കോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ മാർസിൻ്റെ 150ാം ജന്മവാർഷികം. അതെ, അന്ന് ഞാൻ ഇതുപോലെ 3 മണിക്കൂറൊക്കെ ഓരോ ദിവസവും 2.5 മണിക്കൂർ 3 മണിക്കൂർ സംസാരിച്ചതാണ്. പക്ഷേ ഇതും മഹാഭാരതവും തമ്മിൽ എനിക്ക് തോന്നിയൊരു വ്യത്യാസം, ഈ മാർക്സിസത്തിൻ്റെ മാർസ് എന്നുള്ള പേരൊക്കെ ആളുകൾക്ക് അറിയാമെന്നല്ലാതെ ഉള്ളിലേക്ക് കയറി നമ്മളൊരു വാക്കി ഇപ്പം അന്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിച്ചാൽ മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. അതേസമയം മഹാഭാരതം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രശ്നം പറയുമ്പോഴത്തേക്ക് അത് ബോധ്യപ്പെട്ടു. അപ്പം നമുക്ക് ആ വിഷയം സ്ഥാപിച്ചെടുക്കേണ്ട ഭാരമില്ല. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും 5 ദിവസം പറയാന്നുള്ളത് എളുപ്പമല്ല. ക്ലാസ്സിൽ പറ്റും, പക്ഷേ ഒരു പൊതുസമൂഹത്തോട് ഇപ്പം ഗാന്ധി പറഞ്ഞപ്പോൾ എനിക്ക് എളുപ്പം കിട്ടി. ഗാന്ധി കുറെ കൂടി ആളുകൾക്ക് അറിയാം. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പ്രസംഗങ്ങളിൽ ഗുരുവിനെ കുറിച്ച്. കാരണം ഗുരു കേരളത്തിൻ്റെ ബോധത്തിലുണ്ട്. ആ ഒരു ധാർമ്മിക ബലത്തെ ഉണർത്തിയെടുത്താൽ മതി, നമ്മളൊന്ന് തൊട്ടാൽ മതി, അത് ഉണർന്നു വരും. കാരണം അതിങ്ങനെ നിൽക്കാണ് കെട്ടുപോകാതെ. അപ്പം അത് പ്രസംഗങ്ങൾ അങ്ങനെ വലുതാകുന്നതിൻ്റെ ഒരേ ഒരു കാരണം നമ്മളത് പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ മനുഷ്യരതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ, അവരുടെ കേൾക്കാനുള്ള ആളും കേൾക്കാവുന്ന ആളും വലുതാവുന്നുണ്ട്, അവരുടെ ഉള്ളിൽ ഇതുണ്ട്. ഇപ്പോൾ ഗാന്ധിയും ഗുരുവൊക്കെ ഫലിക്കുന്നതിൻ്റെ ഒരു കാരണം ഇന്ത്യക്കാരുടെയും മലയാളികളുടെയൊക്കെ മനസ്സിൽ ഇതിങ്ങനെ ആഴത്തിൽ കിടക്കുന്നുണ്ട്. അപ്പം അല്ലാതെ നമ്മളുണ്ടാക്കുന്ന ഒരു മികവ് മാത്രമൊന്നുമല്ല, നമ്മളത് പറയുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ മാർക്സിസം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നം അതാണ്. അത്ര തന്നെ നന്നായിട്ടും പഠിച്ചുമാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അവിടെ നിന്ന് ആ റെസ്പോൺസ് അതുപോലെ വരില്ല. പിന്നെ ഈ അനുഭവമൂല്യം ഉണ്ടാക്കലും ഗുരുവിലും ഗാന്ധിയിലും പറ്റുന്നത് പോലെ മാർക്സിസത്തിൽ വിഷയം എന്നുള്ള നിലയ്ക്ക് പറ്റില്ല, അബ്സ്ട്രാക്റ്റ് ആണ്. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അതായത് നേരത്തെ നമ്മൾ ട്രോളുകളെ കുറിച്ച് പറഞ്ഞത് അത് ഈ ഒരു ജനറേഷനിലെ ചില ആളുകളുടെ, അതുപോലെ ഇപ്പം സാർ മഹാഭാരതത്തിനെ കുറിച്ച് വളരെ ദൈർഘ്യമുള്ള അത്രയും വലിയ അധ്വാനമൊക്കെ ആയിട്ട് പോയി പറയുന്നതിനെയും വളരെ വേറൊരു അക്കാഡമിക്കായിട്ടും സൈദ്ധാന്തികമായിട്ടൊക്കെ ഉയർന്ന നിലയിൽ എന്ന് വിചാരിക്കുന്ന ആളുകൾ, അതായത് സുനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെ വേരുണ്ടാക്കുകയാണ് എന്നൊരു വിമർശനം. അതായത് അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഈ മഹാഭാരതം പോയി പ്രസംഗിക്കുന്നത് അമ്പലപ്പറമ്പിലല്ല. ഇനി അമ്പലപ്പറമ്പിൽ അവർ പ്രസംഗിച്ചാലും പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നു, കാരണം അവരതിലേക്ക് ഉയരണം, അതിൻ്റെ ചരിത്രബോധത്തിലേക്കൊക്കെ. എങ്ങനെയാ അതിനാ ഈ ഒരു, അതായത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തുണ്ട് അതെനിക്കറിയാം, ഞാനത് ധാരാളം കാണുന്നുണ്ടല്ലോ. അപ്പം ഞാനതിൽ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ മഹാഭാരതം ഒരു റിലീജിയസ് ടെക്സ്റ്റ് ആണോ? നിശ്ചയമായിട്ടും ആണ്, റിലീജിയസ് ആണ്. പക്ഷേ റിലീജിയസ് മാത്രമല്ല, അല്ല. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതിൽ ആർക്കിയോളജി ഉണ്ട്, മിത്തോളജി ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ പി കെ ബാലകൃഷ്ണൻ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നൊരു മനോഹരമായ വാക്യമുണ്ട്. ബാലകൃഷ്ണൻ പറയണത് ഡെസ്റ്റോവ്സ്കിയുടെ നോവലുകൾ പോലെ സമകാലികമായി വായിക്കാവുന്ന ഒരു സാഹിത്യകൃതിയാണ് മഹാഭാരതം എന്നാണ്. അതുകൊണ്ട് അത് വലിയൊരു, അദ്ദേഹം അതിന് കൊടുക്കുന്ന ടൈറ്റിൽ കേവല നിരർത്ഥകതയുടെ ഭാവചിത്രം എന്നാണ്. ഇപ്പോൾ കൊസാംബി ഇതിനെ കാണുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ റോമില ഥാപ്പർ കാണുന്നത്, അല്ലെങ്കിൽ മറ്റേ ഈ ലിംഗപദവി ബന്ധങ്ങളെക്കുറിച്ച് മഹാഭാരതത്തെ മുൻനിർത്തി പഠനമുണ്ട്. എത്രയെങ്കിലും പഠനങ്ങളുണ്ട്. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ മിക്കവാറും എല്ലാ വിജ്ഞാന മേഖലകളും മഹാഭാരതത്തെ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് സ്പർശിച്ചിട്ടുണ്ട്. അത്രയും വ്യാപ്തി ആ വിഷയത്തിലുണ്ട്. അപ്പം ഇത്രയും പ്ലൂരലായ ഒരു കൃതിയെ നമ്മൾ അതിൻ്റെ സമകാലികമായ ഒരു മതാത്മകാർത്ഥത്തിലേക്ക് ചുരുക്കി ഇത് ഹിന്ദുത്വത്തിന് കൈമാറി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ കരുതുന്ന അതാണ്. ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ഒരംശം അതിനകത്തുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല.
അല്ലെങ്കിൽ ബ്രാഹ്മണികമായ, ഹിന്ദുത്വത്തിൻ്റെ അല്ല, ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ആശയമണ്ഡലം അതിനകത്തുണ്ട്. പക്ഷേ ആ ആശയമണ്ഡലമുള്ള സമയത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രതലങ്ങളൊക്കെ ഉണ്ട്. ഇത് പലതും ഇപ്പോൾ ഉദാഹരണത്തിന് മഹാഭാരതത്തിൻ്റെ ഹിസ്റ്റോറിക്കലായ വേരുകൾ തേടിപ്പോയാലേ ഇതിൽ ബ്രാഹ്മണ്യത്തിന് മുമ്പുള്ള ഒരു കുലഗോത്ര പാരമ്പര്യത്തിലെ ജീവിതമുദ്രകൾ എത്രയെങ്കിലും ഉണ്ട്. അതും ബ്രാഹ്മണീകൃതമായ ജീവിത വ്യവസ്ഥയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും മഹാഭാരതത്തിലുണ്ട്. അപ്പം ഇത് മുഴുവൻ ഇപ്പൊ റോമില ഥാപ്പർ പറയും മഹാഭാരതത്തിന് പല ആഖ്യാതാക്കളുണ്ടല്ലോ. ജനമേജയൻ പറയുന്നുണ്ട്, വൈശമ്പായനൻ പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ജനമേജയൻ്റെ സർപ്പസത്രത്തിലേക്ക് വൈശമ്പായൻ ആലപിക്കുന്ന ഒരു ഗാനമായിട്ട് ഇത് മാറ്റിയത്? അപ്പം അവർ പറയുന്നത് ബ്രാഹ്മണീകരിക്കപ്പെട്ടതാ. ആ ടെക്സ്റ്റിനെ ബ്രാഹ്മണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ സന്ദർഭം. അപ്പം ഈ ടെക്സ്റ്റിനകത്തുള്ള ഇന്റേണൽ കോൺട്രഡിക്ഷനെയും ടെക്സ്റ്റിനകത്തുള്ള പ്ലൂരാലിറ്റിയെയും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? അപ്പം എൻ്റെ ഒരു പൊസിഷൻ, അത് ഏത് കൃതിയിലും അതിനെ ഒരൊറ്റ സ്തബ്ധമായ പാഠമായി കാണുന്നത് ശരിയല്ല. കാരണം മഹാഭാരതം പോലൊരു കൃതി ഒരിക്കലും പറ്റില്ല. കാരണം 1000 കൊല്ലം ഉണ്ട് അതിൻ്റെ ഫോർമാറ്റീവ് പീരീഡ്, പല കാലങ്ങളിലാണ്. ഇപ്പം ഞാൻ ഒറ്റക്കൊരാൾ എഴുതിയാൽ പോലും അതിൽ പോലും വൈരുദ്ധ്യങ്ങളുണ്ടാവും. 1000 കൊല്ലം കൊണ്ട് ഇവോൾവ് ചെയ്തു വന്നൊരു ടെക്സ്റ്റിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായി ഒട്ടുമേ ശരിയല്ല. എത്രയെല്ലാം തലങ്ങളിൽ. എന്തുകൊണ്ടാണ് ഇപ്പം പി കെ ബാലകൃഷ്ണനെ പോലെ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രം എഴുതിയ ഒരാൾക്ക് മഹാഭാരതം പ്രിയപ്പെട്ടതായത്? ബ്രാഹ്മണ്യം കൊണ്ടാണ്? അല്ലല്ലോ. കേസരി ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പം ആശാനെക്കുറിച്ച് കേസരി പറയുന്ന ഒരു രസമുള്ള നിരീക്ഷണമുണ്ട്. പള്ളത്തുരാമൻ ഈ രാമായണത്തിനെതിരെ രാവണായനം എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ കേസരി അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. രാവണനെക്കുറിച്ച് ജൈന പാരമ്പര്യത്തിൽ ഇന്ന പ്രമേയങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം കേസരി പറഞ്ഞൊരു വാക്യം, ഈ രാവണായനം എഴുതിക്കൊണ്ട് പള്ളത്തുരാമൻ സാധിക്കാനിരിക്കുന്ന വിപ്ലവത്തിൻ്റെ പല മടങ്ങ് വിപ്ലവം രാമായണം വീണ്ടും എഴുതിക്കൊണ്ട് മിസ്റ്റർ കുമാരനാശാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കവികൾ സ്വീകരിക്കേണ്ട മാർഗം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരാശയത്തെ എതിർക്കണമെങ്കിൽ പുറത്തു നിന്ന് എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നാരായണ ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അനുഭവം പറയാം. നാരായണ ഗുരുവിനെ ഹിന്ദുത്വവൽക്കരിക്കാൻ ശ്രമം നടത്തിയ സമയത്താണ് ഞാൻ പൊതുപ്രസംഗങ്ങൾ വളരെ വ്യാപകമായി തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ ഈ പ്രസംഗം മുഴുവൻ നടത്തുന്നത് ഗുരു സെക്യുലർ ആണെന്നുള്ള നമ്മുടെ മോഡേൺ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പദാവലികൾ ഉപയോഗിച്ചാണ്. ഇതാരെയും സ്പർശിക്കുന്നില്ല. ഒരു 8-10 പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് അവസാനിപ്പിച്ച് ഗുരുവിൻ്റെ ടെക്സ്റ്റിനകത്തേക്ക് കയറിയത്. ഗുരുവിൻ്റെ ടെക്സ്റ്റിനകത്ത് കയറി ദൈവോദേശകം, ആത്മോപദേശകം ഒക്കെ സംസാരിക്കുന്നതോടെ മനുഷ്യർ പെട്ടെന്ന് അതിൽ ആളുകളെ സ്പർശിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവ മൂല്യമുണ്ട്. അപ്പം നമ്മൾ ഒരു വ്യവസ്ഥയോടെ ഇടയണമെങ്കിൽ പുറത്തു നിന്ന് തത്വം പറയുകയല്ല, ഇതിനകത്ത് കയറി തന്നെ യുദ്ധം ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഒരു സംഘർഷമല്ല, ഇതിൻ്റെ അകത്ത് ഇതുണ്ട്. ഇപ്പം മഹാഭാരതത്തിൽ ബ്രാഹ്മണ്യം ഉണ്ടെന്ന് പറയുന്നത് പോലെ ബ്രാഹ്മണ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വഴങ്ങാത്ത എത്രയെങ്കിലും ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ മഹാഭാരതം വേണ്ടെന്ന് വെച്ചു നോക്കിയാൽ മഹാഭാരതം ഇന്ത്യ ഒന്ന് പോവോ? പോവില്ലല്ലോ. അത് പോവില്ല. ഇപ്പം PG മഹാഭാരതത്തെ കുറിച്ച് എഴുതിയപ്പോൾ പറയുന്നുണ്ട്, ഒഡീസി ഇലിയഡും അവിടെ ലിറ്റററി ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. മഹാഭാരതവും രാമായണവും അടുത്ത തെരഞ്ഞെടുപ്പിലും വരും. അതുകൊണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇതിഹാസമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കണ്ടംപററി പൊളിറ്റിക്സിൻ്റെ കൂടി ഭാഗമാണ്. മറ്റത് എനിക്ക് തോന്നുന്നത് ഈ ടെക്സ്റ്റുകളെയൊക്കെ എസെൻഷ്യലൈസ് ചെയ്ത് ഒറ്റ അർത്ഥത്തിലേക്ക് ചുരുക്കി അതിൻ്റെ തന്നെ ആന്തരിക ജീവിതത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തൊരു നമ്മുടെ പ്രസംഗത്തിൻ്റെ കേരളത്തിൻ്റെ 2 വലിയ പ്രഭാഷണ പീഠങ്ങൾ എന്ന് പറയാവുന്നത് സുകുമാരൻ അഴീക്കോട്, MN വിജയൻ മാഷ്. ഈ 2 പേരെയും അവർ അതിർത്തി വെച്ച് 2 കമ്പാർട്ട്മെൻറ്റായി കണ്ടാൽ മാഷ് എങ്ങനെയാണ് 2 പേരെയും വിലയിരുത്തുന്നത്? 2 പേരുടെയും തീർത്തും വ്യത്യസ്തമായ പ്രഭാഷണ രീതികളാണെന്ന് ജോവിഷ്ണു അറിയാമല്ലോ. ഞാൻ 2 പേരെയും ധാരാളം കേട്ടിട്ടുണ്ട്, 2 പേരോടും ഒപ്പം ധാരാളം പ്രസംഗിച്ചിട്ടുമുണ്ട്. അഴീക്കോട് മാഷുടെ പ്രസംഗകലയുടെ ഒരു പ്രത്യേകത, അത് 2 അറ്റങ്ങളിലും പോകുന്നൊരു പ്രഭാഷണമാണ്. അതായത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ തെരുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അന്നത്തെ അനുഭവത്തോടും അത് ഇമ്മീഡിയറ്റായിട്ട് സംസാരിക്കും. വളരെ വലിയ ആശയലോകങ്ങളിലേക്കും അത് കടന്നു പോകും. ഭാഷ കൊണ്ടൊക്കെ വലിയ ഇന്ദ്രജാലം കാണിക്കാൻ മാഷ്ക്കറിയാം. അതേസമയം ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റായ സന്ദർഭത്തോട് പ്രതികരിക്കാനും അറിയാം. പിന്നെ പ്രസംഗവേദിയിലെ ഒരു എന്താ പറയുക, ഒരു തന്നെക്കുറിച്ചും അതിനെ നിയന്ത്രിക്കാനുള്ള മാഷുടെ ഒരു കെൽപ്പ് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു തവണ ഞാൻ വേദിയിലല്ല കേൾക്കാൻ പോയതാണ്. അപ്പോൾ മാഷ് ഒരു സ്കൂളിൽ പ്രസംഗിക്കുന്നു, പുറയിലിങ്ങനെ ഒരു
കെട്ടി കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ മഴച്ചാറ്റിലൊന്നും അടിക്കാതിരിക്കാനായിട്ട്. മാഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ കയറ് പൊട്ടിയിട്ട് ഇത് താഴെ വീഴാണ്. മൊത്തം കോലാഹലമായി പ്രസംഗത്തിൻ്റെ ഇടയിൽ. ആ കോലാഹലം ആകെ ഡിസ്റ്റർബായ സമയത്ത് മാഷ് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം, വളരെ ഭദ്രാണെന്ന് കരുതുമ്പോൾ അത് പൊട്ടി വീഴും എന്ന് പറഞ്ഞ് അടുത്ത വരിയിൽ ഇതിനെ കയറ്റിയിട്ട് ഈ മുഴുവൻ ആളുകളെയും ആ പ്രസംഗത്തിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് മാഷ് തിരിച്ചു കൊണ്ടുവന്നു. അത് ഈ വലിയൊരു ആത്മവിശ്വാസവും കോമ്പിറ്റൻസും ഉള്ള സമയത്താണ് അത് പറ്റുക. അങ്ങനെ മാഷ്ക്ക് അത്തരത്തിലുള്ള വലിയ സിദ്ധികൾ ഒരു പ്രസംഗകൻ എന്ന നിലയിലുണ്ട്. പിന്നെ പല വിഷയങ്ങളിലുള്ള ജ്ഞാനവും, പിന്നെ മാഷ്ക്ക് അപാരമായൊരു നർമ്മബോധവും ഒക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും മാഷ്ക്കൊരു ശത്രുവും വേണം, ഒരു പ്രത്യക്ഷ ശത്രു വേണം. അത് ചിലപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും, ചിലപ്പോൾ മോഹൻലാലായിരിക്കും, പക്ഷെ അത് പുള്ളിയുടെ ഒരു ഊർജ്ജമാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനെ എൻഗേജ് ചെയ്യാൻ പാകത്തിനുള്ള പലതും മാഷിലുണ്ടാവും, ദൈക്ഷണികത മാത്രമല്ല. വിജയൻ മാഷ് എന്ന് പറയുന്നത് പ്രസംഗവേദിയിലെ തന്നെ ഒരു ധ്യാനം പോലെയാണ്. മാഷ് പലപ്പോഴും കണ്ണടച്ചാൽ കേട്ടിട്ടുണ്ടല്ലോ. മാഷ് സംസാരിക്കുക മാത്രമല്ല ഇങ്ങനെ ധ്വനിസാന്ദ്രമായിരിക്കും. മാഷുടെ പ്രസംഗം അതിനോടൊപ്പമൊക്കെ സഞ്ചരിക്കാൻ വിഷയധാരണയുള്ള ഒരാൾക്കാണ് മനസ്സിലാവുക. പിന്നെ മാഷുടെ ശൈലിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലായിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം മാഷ് ഇങ്ങനെ സാധാരണ പദങ്ങളിലാണല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്, ഇന്നലെയോളം എന്തെന്നറിയില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല, ഇതിൻ്റെ നിഷേധമാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലുള്ളൊരു വൈരുദ്ധ്യമൊക്കെ ഒരു സാധാരണ കേൾവിക്കാരന് ചിലപ്പോൾ തിരിയണമെന്നില്ല. ഞാൻ ഒരിക്കൽ ഇത് കേട്ടിരുന്നു, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് ഇനി ഒരു മൂന്നാം ലോക ജനതയ്ക്കും പറയാൻ പറ്റില്ല. ചരിത്രമായിട്ട് അതെ അതെ അതെ, അങ്ങനെ അസാധാരണമായ ഉൾക്കാഴ്ചകളാണ്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാനത് കേട്ടിട്ടുണ്ട്. അത് വേറൊരാളുടെ പ്രസംഗത്തിലും മലയാളത്തിലും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടറ്റത്തും മാഷ് പോവില്ല. ഇല്ല, അഴീക്കോട് പോകുന്നത് പോലെ ഒരു ഹയർ ലെവലിലേക്കുള്ള സഞ്ചാരം അല്ലെങ്കിൽ ഏറ്റവും സാധാരണ ഒരു കപ്പലിൻ്റെ കച്ചവടക്കാരന് വേണ്ടിയുള്ള സംഭാഷണവും മാഷിലുണ്ടാവില്ല. മാഷ് ഒരു ധ്യാനസ്ഥനാണ്. അവിടെ നിന്ന് മാഷ ആശയങ്ങളെ ഇങ്ങനെ വിന്യസിച്ചുകൊണ്ടിരിക്കും. പിന്നെ മാഷ പ്രസംഗത്തിൽ ഒരു അന്തിമ ലക്ഷ്യമൊന്നുമില്ല. ആശയങ്ങളിലൊരു മണ്ഡലം രൂപപ്പെടുത്തുക എന്നല്ലാതെ ഇന്നൊരു കാര്യം പറഞ്ഞ് ഉറപ്പിക്കുക എന്നത് മാഷയുടെ ഒരു വലിയ താല്പര്യമല്ല. പലപ്പോഴും ഇങ്ങനെ പൊടുന്നതിനെ അവസാനിക്കുകയും ചെയ്യുമല്ലോ. ആളുകൾ ഇങ്ങനെ എന്തോ സംഭവം നന്ദി എന്ന് പറഞ്ഞ് മാഷ് പോകും. അപ്പം എന്താ മാഷ് പൂർത്തിയാക്കിയെന്ന് ചോദിച്ചാൽ അവിടെ കാണും. കാരണം മാഷുടെ അഴീക്കോട് മാഷ എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് ബിൽഡപ്പ് ചെയ്ത് അങ്ങ് എത്തിക്കലാണ്. വിജയ മാഷ് എപ്പോഴും ഒരു സ്ഥലത്ത് ഒരു തുടർച്ചയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനിച്ചങ്ങ് പോവുകയാണ്. ഒരു മണ്ഡലം രൂപപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അവിടെ ചിന്തിക്കാം, നിങ്ങൾക്ക് ആലോചിക്കാം, നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ ധാരാളം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എതിർക്കാനും ഒക്കെ ഉണ്ടാവും. കരുണാകരൻ പണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, അന്തകൻ മഹിഷമേറി വരുന്നോ എന്ന് ഉള്ളൂർ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി കാറിൽ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയാണ്. ഇത് പറയാൻ പുള്ളിക്ക് ഒരു മടിയില്ല. ഇതൊന്നല്ല, ഇതിനേക്കാളൊക്കെ തീവ്രമായി പറയും. വിജയമാഷിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ കേൾക്കാൻ പറ്റില്ല. വിജയമാഷ് അതിൻ്റെ സൂക്ഷ്മധ്വനിയിലേ പറയുള്ളൂ. ആശയത്തിൽ ചിലപ്പോൾ ഇതുണ്ടാവും, പക്ഷെ അത് അത്രയും ഫോളോ ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അന്നത്തെ വിജയൻ മാഷക്കും സുകുമാർ അഴീക്കോടിനും സാധ്യമായ ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നന്നായി പ്രസംഗിച്ച് അത് വേണമെങ്കിൽ എവിടെയും പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയി പ്രസംഗിക്കാം. ഇപ്പോൾ സുനിൽ മാഷ് ഇന്ന് ഒരു പ്രസംഗം ഒരു നഗരത്തിൽ നടത്തിയാലോ ഗ്രാമത്തിൽ നടത്തിയാലോ അതപ്പോൾ ഒരു മൊബൈൽ വീഡിയോ നാളെ പോകുന്ന സ്ഥലത്തേക്ക് അത് അവർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രഭാഷകന്റെ പ്രതിസന്ധികൾ അതെ 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 അതൊരു പ്രശ്നമാണ്. കൈകാര്യം ചെയ്യാ. ഞാനിപ്പോൾ വ്യക്തിപരമായി അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാറില്ല. അതായത് ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യങ്ങൾ അടുത്ത സ്ഥലത്ത് പറയരുത് എന്ന വാശിയൊന്നും എനിക്കില്ല. കാരണം ഒരേ വിഷയമാണ്. ഇപ്പോൾ നമ്മൾ പൗരത്വ സമരം വരുന്നു. പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ ഒരു 100 പ്രസംഗമെങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതത് സന്ദർഭങ്ങളിൽ ചില ആശയാവതരണങ്ങൾ മാറ്റാമെന്നല്ലാതെ ഇതിൻ്റെ ബേസിക് വസ്തുതകളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ ഓരോ സ്ഥലത്തും പുതിയത് പറയുക എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തെ കാണുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ ജനാധിപത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ്. അപ്പം അതുകൊണ്ട് ആശയങ്ങൾ ആവർത്തിക്കുന്നതിൽ ഞാൻ സ്വയം ഉത്കണ്ഠപ്പെടാറില്ല. പക്ഷേ ജോബിഷ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. കാരണം ചില പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ പറയും, ഇന്ന് ആ തമാശ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയും. അത് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്കറിയാം ഈ തമാശ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അത് വിട്ടുപോയിട്ടുണ്ടെന്ന്. ചില ആളുകൾ ഇപ്പം മാഷ് ദൈനംദിനം പ്രസംഗിക്കുന്ന ഒരാളാണ്. ചില ആളുകൾ വർഷത്തിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ചുള്ളിക്കാട്. അതെ അതെ, അത് കേൾക്കാൻ വേണ്ടി ആളുകൾ അതെ കാത്തുകൂടി.
അപ്പോൾ അത്തരം പ്രഭാഷണമില്ല, അതായത് ഇത് വേണ്ട അങ്ങ് ഒഴുക്കി കൊടുക്കാതെ അതെ 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 അപൂർവം മാത്രം കേൾക്കേണ്ടതാണ് എന്നെ എന്ന് വിചാരിക്കും. അതെ. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗത്തെ നിങ്ങൾ കാണുന്നത് ഒരു ആത്മാവിഷ്കാരമായിട്ടാണോ പ്രസംഗത്തെ ഒരു സാമൂഹ്യ ഇടപെടലായിട്ടാണോ എന്നുള്ളത്. സാമൂഹ്യ ഇടപെടലാണെങ്കിൽ നിങ്ങൾക്ക് കൊല്ലത്തിലൊരിക്കൽ മാത്രം പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളോട് പലപ്പോഴായിട്ട് സംസാരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ അത് ബാധിച്ചു എന്ന് വരും. ഇപ്പം എല്ലാ ദിവസവും പ്രസംഗിക്കുമ്പോൾ എല്ലാ പ്രസംഗവും നന്നാവില്ല, എല്ലാ പ്രസംഗത്തിനും ഒരുപോലെ ഒരുങ്ങാൻ പറ്റില്ല. അത് പണ്ട് അഴീക്കോട് മാഷ് പറഞ്ഞൊരു ഉത്തരമാണ് എനിക്ക് തൃപ്തികരമായി തോന്നിയത്. അപ്പോൾ മാഷ് മോഹൻലാലായിട്ട് വഴക്കുണ്ടായില്ല. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിൽ മാഷോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാവരോടും വഴക്കുണ്ടാക്കാൻ നടക്കണോ മാഷ്, മോഹൻലാലിനെ അതൊക്കെ അങ്ങ് വിട്ടാൽ പോരെ. അപ്പം മാഷ് പറഞ്ഞൊരു മറുപടി, നിങ്ങൾ നടക്കണ വഴിയിൽ ചെളി കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ പറയുന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ചെളി ചവിട്ടാതെ മാറിപ്പോവാം, അല്ലെങ്കിൽ ചെളി വാരിക്കളയാം. ചെളി ചവിട്ടാതെ മാറിപ്പോയാൽ നിങ്ങളുടെ മേത്ത് ചെളിയാവില്ല, പക്ഷെ ചെളി അവിടെ ഉണ്ടാവും. ചെളി വാരിക്കളഞ്ഞാൽ നിങ്ങളുടെ മേത്ത് ചെളിയാവും, പക്ഷെ ചെളി മാറും. ഇതിലേത് ചെയ്യണം? ഞാൻ ചെളി വാരിക്കളയാണ് എന്ന് പറഞ്ഞു. അപ്പം അത് വേറൊരു ഫങ്ഷനാണ്. അപ്പം നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ ആഴത്തിൽ ആലോചിച്ചുണ്ടാക്കിയ ഒരാശയം നിങ്ങൾ പൊതുസമൂഹത്തോട്, അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല കേട്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണോ ചെയ്യേണ്ടത്, അതോ പഴീക്കോട് മാഷൊക്കെ ചെയ്തിരുന്നത് പോലെയുള്ള രീതിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെ ദൗത്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒന്ന് ആത്മാവിഷ്കാരമാണ്, നിങ്ങൾ നിങ്ങളെ ആവിഷ്കരിക്കുക. മറ്റത് ലോകത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ അലയുകയാണ്. അലയടിക്കുന്ന വാക്ക്. ഇവിടെ സമയം അവസാനിക്കാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും പ്രഭാഷണം അല്ലെങ്കിൽ വാക്കുകൾ ലോകത്തെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് ഇനിയും പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മാഷയുടെ ശബ്ദം ഉണ്ടാവട്ടെ. ഇനിയും ഇതിനെക്കുറിച്ച് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പ്രഭാഷണ കല എന്നതിനെക്കുറിച്ച്. തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ പങ്കുവെക്കാനുണ്ട്. തീർച്ചയായും മറ്റൊരവസരത്തിൽ ഈ പ്രഭാഷണത്തെക്കുറിച്ച്, ആ അനുഭവങ്ങളെക്കുറിച്ച് മാഷ് വീണ്ടും നമുക്കൊപ്പം ഇരിക്കുന്ന ഒരു സന്ദർഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമയം നിർത്തും.